ആശ്രിതവത്സലനും അനാഥരക്ഷകനും ആപദ്ബാന്ധവനും അന്നദാന പ്രഭുവുമായ ഭഗവാൻ അയ്യപ്പസ്വാമി, ആ അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠയുള്ള ഈ സമീപ പ്രദേശങ്ങളിലെ ഏക ക്ഷേത്രം, അതേപോലെ തന്നെ പന്തളം കൊട്ടാരത്തിൻ്റെ തമ്പുരാൻ്റെ സാന്നിധ്യത്തിൽ, പന്തളം രാജാവിൻ്റെ സാന്നിധ്യത്തിൽ, പന്തളം രാജാവിൻ്റെ അനുഗ്രഹ ആശിസ്സുകളോട് കൂടിയിട്ട് പ്രതിഷ്ഠ നടത്തിയ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രതിഷ്ഠ നടത്തിയ ഏക അയ്യപ്പ ക്ഷേത്രം എന്ന ഒരു പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഈ മുട്ടാർ അയ്യപ്പ ക്ഷേത്രം. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള മുഴുവൻ ഭക്തജനങ്ങളുടെയും ആശ്രയ കേന്ദ്രമായിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് മുട്ടാർ അയ്യപ്പ ക്ഷേത്രം. ഇവിടെ പല പ്രാവശ്യം നടന്ന ദേവപ്രശ്നത്തിൽ, പല പ്രാവശ്യവും ദേവപ്രശ്നം നടത്തിയ സമയത്തൊക്കെ തന്നെ ഈ ക്ഷേത്ര സന്നിധിയുടെ സമീപത്ത്, ഈ ക്ഷേത്രം ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥലം ഉൾപ്പെടുന്ന പ്രദേശത്ത് കിലോമീറ്ററുകളോളം വിസ്തൃതിയിൽ ഒരു മഹാക്ഷേത്രം നിലനിന്നിരുന്നു. അവിടെ ഇന്ന് നിത്യപൂജയോട് കൂടിയിട്ടുള്ള ഒരു ക്ഷേത്രം നിലനിൽക്കുന്ന ആ പ്രദേശത്തെ ഒരു ക്ഷേത്രം എന്നുള്ള നിലയ്ക്ക് പല ദേവപ്രശ്നങ്ങളിലും തെളിയുകയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പല അവശേഷിപ്പുകളും ഇന്നും നിലനിൽക്കുകയാണ്. കാരണം അമ്പലത്തിൻ്റെ പടിഞ്ഞാറ്റേതിൽ എന്നുള്ള നിലയിൽ കുറേ വീടുകൾ, അമ്പലം നിൽക്കുന്നതിൽ എന്നൊരു ഭൂപ്രദേശം, മൂർത്തിയയ്യത്ത് എന്നുള്ളൊരു ഭൂപ്രദേശം, അങ്ങനെ കിലോമീറ്ററുകളോളം വിസ്തൃതിയിലുള്ള ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ അവശേഷിപ്പുകൾ ഇന്ന് ഈ ചുറ്റുപാടുമുള്ള പ്രദേശത്ത് ലഭ്യമാണ്. അവിടെ തന്നെ മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും കൂടി പ്രതിഷ്ഠയുള്ള മഹാക്ഷേത്രമായിരുന്നു എന്നാണ് ദേവപ്രശ്നങ്ങളിലൊക്കെ തെളിഞ്ഞിട്ടുള്ളത്. അവിടെ ഇന്ന് ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ ഒരു പ്രതിഷ്ഠയുള്ള ക്ഷേത്രമെന്നുള്ള നിലയ്ക്ക് വലിയ ഒരു അയ്യപ്പൻ്റെ സാന്നിധ്യം ഇവിടെ വരുന്ന മുഴുവൻ ജനങ്ങൾക്കും ഭക്തജനങ്ങൾക്കും അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവിടെ കഴിഞ്ഞ കുറേ മാസങ്ങളായി എല്ലാ മാസവും ശനിയാഴ്ച, ആദ്യത്തെ ശനിയാഴ്ച ദിവസം ഇവിടെ മഹാശനീശ്വര പൂജ അയ്യപ്പ സന്നിധിയിൽ നടത്തപ്പെടാറുണ്ട്. ഈ ശനീശ്വര പൂജയിൽ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ്, വിശ്വാസ സമൂഹമാണ് ഇന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇവിടെ ഈ പൂജയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും വളരെ വേഗത്തിൽ തന്നെ എന്ത് കാര്യത്തിനു വേണ്ടിയാണോ അവർ ആ പൂജ അനുഷ്ഠിക്കുന്നത്, പൂജ ചെയ്യുന്നത്, അതിൻ്റെ ഫലം എത്തുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം എല്ലാവർക്കും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭഗവാന്റെ സാന്നിധ്യം വളരെ കൂടുതലായി അനുഭവപ്പെടുന്ന ഒരു കേന്ദ്രമായിട്ട് ഇന്ന് മുട്ടാർ അയ്യപ്പ ക്ഷേത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. ശബരിമല ഉത്സവത്തിൻ്റെ അതേ ദിവസം തന്നെയാണ് ഈ ക്ഷേത്രത്തിലെയും ഉത്സവം. മീനമാസത്തിലെ ഉത്രം ദിവസമാണ് ഉത്സവം. അന്ന് തന്നെ ഭഗവാന്റെ പിറന്നാൾ ദിവസമായ അന്ന് ദീപാരാധന കഴിയുന്ന സമയത്ത് ഇവിടുത്തെ എല്ലാ വിശ്വാസ സമൂഹത്തെ മാത്രമല്ല, ഇതര മതസ്ഥരായിട്ടുള്ള, നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകളെ കൂടി, അവരിലെ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ ഒരു കരുതലോടുകൂടി ചേർത്ത് പിടിക്കുന്ന ഒരു സന്നിധി, ഒരു ക്ഷേത്രമാണിത്. ആ ദിവസം നിരവധി ആളുകൾക്കാണ് ചികിത്സാ ധനസഹായം ഈ പിറന്നാൾ ദിവസത്തിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മറ്റൊരു ക്ഷേത്രത്തിനും, സമീപ പ്രദേശങ്ങളിൽ മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്തത്ര തരത്തിൽ ഭഗവാന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്ന ഒരു സന്നിധി എന്നുള്ള നിലയ്ക്ക് മുട്ടാർ അയ്യപ്പ ക്ഷേത്രം ഇന്ന് ജനമനസ്സുകളിൽ ഇടം പിടിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പന്തളത്ത് ഭഗവാൻ അയ്യപ്പൻ പുലിപ്പാലുമായി എത്തിയ സമയത്ത് വിശ്രമിച്ച ഒരു സ്ഥലം എന്നുള്ള നിലയിൽ ഒരു ഐതിഹ്യം നിലനിൽക്കുന്നു. അങ്ങനെ തന്നെ പന്തളവും കൊട്ടാരവുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചരിത്രം ഈ ക്ഷേത്രത്തിനുണ്ട്. ഇവിടെ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ വലിയ ഒരു ക്ഷേത്രം ഇതിനു മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വലിയ ഒരു മഹാക്ഷേത്രം നിലനിന്നിരുന്നു എന്നുള്ളതിൻ്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ നിരവധി ആളുകൾക്ക് പലപ്പോഴും ഇതുവഴി രാത്രിയിൽ സഞ്ചരിച്ച സമയത്തൊക്കെ തന്നെ അവർക്ക് ചില പ്രത്യേകമായ അനുഭവങ്ങൾ ഉണ്ടായ പല സാഹചര്യങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്.
പലർക്കും ഭഗവാന്റെ സാന്നിധ്യം നേരിട്ട് അനുഭവപ്പെട്ട ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പന്തളം കൊട്ടാരവുമായും ആ കൊട്ടാരവുമായി ബന്ധപ്പെട്ട ഐതിഹ്യവുമായി വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് മുട്ടാർ അയ്യപ്പ ക്ഷേത്രം. മുട്ടാർ അയ്യപ്പ ക്ഷേത്രത്തിൽ കഴിഞ്ഞ വർഷം തിരുവുത്സവത്തിന് മുഴുവൻ ഭക്ത സമൂഹവും കൂടി സമർപ്പിച്ച ഒരു തങ്കയങ്കി ഭഗവാന് സ്വന്തമായി. ആ തങ്കയങ്കി വർഷത്തിൽ 3 പ്രാവശ്യമാണ് ആ തങ്കയങ്കി ചാർത്തുന്നത്. അതിലൊന്ന് തിരുവുത്സവ ദിവസവും വിഷു ദിവസവും അതേപോലെ തന്നെ മണ്ഡലച്ചെറുപ്പ് മണ്ഡലച്ചെറുപ്പിൻ്റെ സമാപന ദിവസമായ 41-ന് നമ്മൾ വൈകിട്ട് ഘോഷയാത്രയായി പന്തളം മുട്ടാർ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലെത്തി അവിടെ നിന്നും പന്തളം നവരാത്രി മണ്ഡപം ചുറ്റി നമ്മുടെ ഇവിടെ അയ്യപ്പ ക്ഷേത്രത്തിൽ തന്നെ മുട്ടാർ അയ്യപ്പ ക്ഷേത്രത്തിൽ തിരികെ എത്തി തങ്കയങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന നടത്തപ്പെടും. ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലാണ് ഈ ചടങ്ങുകൾ നടത്തപ്പെടുന്നത്. നിരവധി ആളുകളാണ് ഈ തങ്കയങ്കി ദർശനത്തിനായിട്ട് ഇവിടെ എത്തുന്നത്. തമിഴ്നാട്ടിൽ നിന്നും 100 കണക്കിന് ആളുകളാണ് ഇന്ന് ഈ ഒരു ക്ഷേത്ര സന്നിധിയിൽ ആ മഹാദീപാരാധന കണ്ട് തൊഴുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത്. ഒരിക്കലും മുൻപ് നടന്നിട്ടില്ലാത്ത മാതിരി ഈ 41 പന്തളത്ത് മഹാദേവൻ്റെ ആറാട്ട് ഘോഷയാത്രയും ഒരേ ദിവസം തന്നെയാണ് നടക്കുന്നത്. ഈ മഹാദീപാരാധന നടന്ന് ഏതാനും മിനിറ്റുകൾക്ക് ശേഷം പന്തളത്ത് മഹാദേവൻ അയ്യപ്പനെ കാണാനായിട്ട് ഇവിടെ എത്തുകയാണ്. ഒരു നിമിത്തം പോലെ അതും സംഭവിച്ചിരിക്കുകയാണ്. നമ്മളുടെയൊക്കെ ചിന്തകൾക്ക് അതീതമായ എന്തോ ഒരു ഈശ്വര അനുഭവത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതും ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു പുതിയ അനുഭവം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നും രാവിലെ 5:30 നട തുറക്കും. നട തുറന്നു കഴിഞ്ഞ് അഭിഷേകം കഴിഞ്ഞ് മലനേദ്യം കഴിഞ്ഞിട്ട് പിന്നെ 9 മണി ആകുമ്പോഴത്തേക്ക് പൂജ തുടങ്ങും. അപ്പോൾ ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എള്ള് പായസം ഉണ്ട് വഴിപാടായിട്ട്, പിന്നെ ശർക്കര പായസം, പിന്നെ ശനിയാഴ്ച ദിവസം വൈകിട്ട് ഉണ്ണിയപ്പമുണ്ട്. പിന്നെ 9 മണിക്ക് പൂജ തുടങ്ങിക്കഴിഞ്ഞാൽ 9:30 അടയ്ക്കുന്നതാണ്. പിന്നെ വൈകിട്ട് 5:30 തുറക്കും. 5:30 തുറന്ന് 7:30 അടയ്ക്കും. പിന്നെ എല്ലാ മലയാള മാസവും ആദ്യത്തെ ശനിയാഴ്ച ശനീശ്വര പൂജയുണ്ട്. അതിനകത്തിൽ നിരവധി ഭക്തന്മാർ പങ്കെടുത്തു. നിരവധി പേർക്ക് അതിൻ്റെ ഫലസിദ്ധി ഉണ്ടായിട്ടുണ്ട്. പിന്നെ എല്ലാ മലയാള മാസവും 3-ാമത്തെ ഞായറാഴ്ച പിന്നെ മഹാമൃത്യുഞ്ജയ ഹോമം ഉണ്ട്. പിന്നെ മീനമാസത്തിലെ ഉത്രമാണ് ഇവിടുത്തെ ഉത്സവം. ഒരു ദിവസത്തെ ഉത്സവമാണ്. ചെറുപ്പകാലങ്ങൾക്ക് മുമ്പ് പോലും ഇവിടെ ആരാധന നടന്നിരുന്നു. ഓരോ ദിനം കഴിയുന്തോറും 100 കണക്കിന് വിശ്വാസികൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. മണ്ഡല മകരചെറുപ്പ് കാലത്താണെങ്കിലും വിശേഷാൽ പൂജകൾക്കാണെങ്കിലും ഭക്തരുടെ നിറസാന്നിധ്യമാണ്. നമ്മൾ മനസ്സിൽ എന്ത് കാര്യം സാധിച്ചിട്ട് അയ്യപ്പൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചാലും ആ കാര്യം നമുക്ക് നേടും.